പോയി മച്ചൻ്റെ അവരെ തുടങ്ങിയപ്പോൾ എല്ലാത്തും വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഓണാക്കാൻ കുറച്ച് ഇതാണ് നമ്മൾ മോളിൽ കൂടെ കാണുന്നത് കടന്നിട്ട് അതെ ഇത് പച്ച അവിടെ നിന്നാണ് ഒരു യൂണിയൻ ബേസിൽ ഇവിടെ എല്ലാം തനി തനി ഓരോ പേരൊക്കെ ഇട്ടിട്ട് അവരവിടെ ഞങ്ങളവിടെ ഏറ്റവും ഇതോടെ ഇങ്ങനെ പോകും അല്ലേ? ഇവിടെ വെള്ളം കുറവേ ഇതാ വെള്ളം കുറവാണോ ഇവിടെ വേറെ ഒരു സ്ഥലമാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ അതിൽ പോകാൻ ബുദ്ധിമുട്ടാണ് കാടാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി നമ്മൾ അന്ന് തീരെ പോയി ഒരു മുളയുടെ ഇടയിൽ കൂടെ പോയി അത് ഇതേലും ഒരു മുള വളം അതെ അത് ഇത് കൈത അതാ ഇതാണ് കൈത കൈത ഇതിലുണ്ടാകുന്ന ചക്കയാണ് കൈത ചക്ക എന്ന് പറയാൻ പോണേ. അതുപോലെ ഇരിക്കുന്നുണ്ടാണ് നമ്മുടെ നാട്ടിലെ പുറത്ത് ചക്കേനെ കൈത ചക്ക എന്ന പേര് വിടുന്നു. ഇത് ഇതോടെ പോവോ? ചെറിയ ഞണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഇവിടെ വെള്ളം നിറയുമ്പോൾ ഇതിന് മേളിൽ വരെ വെള്ളമാവും. ഈ കരയിലൊക്കെ വെള്ളമാവും. അപ്പോൾ ആ സൈഡ് ഈ പൊഴി മുറിഞ്ഞ് കിടക്കും. വെള്ളം പൊഴി ഇതെല്ലാം കാണിച്ചെന്നില്ല അവിടെ കടലും കായലും ഇവിടെ ചേർന്ന് ഇത് കായലാണ് അല്ല കാറ്റ് അവിടെ തന്നെ കടലിൽ തന്നെ കടലും കടലും കായലും കൂടെ ചേർന്ന് 2 വർഷം മുമ്പ് കടലും കായലും കൂടെ ചേർന്ന് ആ മണലോട്ട് തിട്ടയച്ചിരിക്കും ആ മണലിനെ മാറ്റി കൊടുക്കുമ്പോൾ വെള്ളം അങ്ങനെയാണ് തന്നെ പോകുന്നത്. ചൂണ്ടായിരുന്നു. മീനുണ്ടല്ലേ വെള്ളം കൊണ്ടുപോയാ കൈക്കൊക്കെ വിൽക്കണം വെള്ളത്തിൽ ഇത് അങ്ങോട്ടാ പൊഴിയൊരു കട
പോകുമ്പോ ഇതേപോലെ വെള്ളത്തിൽ കത്തിക്കാൻ അവിടെ ഇരിക്കും. ഇവിടെ ഹോട്ടലാണ്. അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഓ അവർക്കുള്ള അവരുടെ റെസ്റ്റോറൻറ്റ്. ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണ് അതോ പ്രൈവറ്റ്? ഇല്ല, ഇത് പ്രൈവറ്റ്. പ്രൈവറ്റ്. ഇത് എല്ലാം കരയായിരുന്നതാണ്. ആ ഇവിടെ ഇതിന് മുമ്പ് ഇത് കുഴിച്ച് മണലൊക്കെ വാരിയ സ്ഥലങ്ങൾ. അതാണ് ഇത്ര വീതിയായത്. ആ പല ഈ ഒഴുക്കിനങ്ങ് പോകുമല്ലേ? ഇത് പല വീതി കയറിയത്. അത് ഈ സൗണ്ട് കേൾക്കുന്നത് ഓടും. ഒരു സൗണ്ട് വൈബ്രേഷൻ ഫീൽ ഉണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചെടി നല്ല ചെടിയുണ്ട്. രണ്ടിന് ചെടിയുണ്ട്. ഓ നല്ല ചെവിയുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, രണ്ട് കാലുണ്ട്, കാല്. രണ്ട് കൈയുണ്ട്, രണ്ട് കാലുമില്ല. രണ്ട് കാലുമില്ല. രണ്ട് സുഖമുണ്ട്. രണ്ട് കാലുമില്ല. ഒരു കാലുമില്ല. രണ്ട് കാലുമില്ല. അത് പാവം കേട്ടോ. രണ്ട് സുണ്ടുണ്ട്. ഒന്നിനെ ഉപയോഗിക്കില്ല, ചുമ്മാ കാട്ടുക അത്രയാണ്. പൂവിന് വലിയ അടിച്ചത് പൂ. വേറെ സ്ഥലങ്ങളിൽ ഇത് എടുക്കും. എടുത്തിട്ട് ഈ വയലിനൊക്കെ ഈ മരുന്ന് കളിക്കാനായിട്ട് ആ ഇതിന്റെ തോലെടുക്കും. ആ. അല്ല, ഇതിനകത്തുള്ള ഇത് വന്നിട്ട് സ്പോഞ്ച് പോലെ എന്താണ് അതെന്തോ വിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ വെള്ളം ഉണ്ടായിരുന്നു മണ്ടേതൊക്കെ പൊട്ടായിരുന്നു. ഇത് കായലാണ്. അല്ല, ഇതൊക്കെ അവര് വെള്ളം കയറി. ഇടിച്ച് മണൽ ദോഹിക്കണം ഞണ്ട് കണ്ട ആ. ഞണ്ട് ദോഹിക്കണം കണ്ട മുമ്പൊക്കെ അത് കരയായി. അവിടെ ഉണ്ട് ഞണ്ട്. ആ. ആ അവിടെ ഉണ്ട്. ചെറുത് ഇത്രയേ ഉള്ളൂ സൈസ്. ഇതെന്തിന്റെ ചെടി? ദോഹിക്കണം ഞണ്ട് ദോഹിക്കുന്നുണ്ട്. അത് ഞാൻ തോട്ടയും പിടിച്ചിട്ടുണ്ട്. അതെന്തിന്റെ ചെടി കേട്ടോ? ഈ ഇത് തന്നെ കേട്ടോ. ഏത് ചെടിയില്ല. രണ്ടാണ്. രണ്ടല്ല, ഞാൻ ചെടി തന്നെ. ഏത് കൈതി കൈതിച്ചക്ക. ഇതാ ആ ഇതാണ് കൈത. ആ പൂ വരുന്ന താഴമ്പൂ. ആ താഴാമ്പൂ താഴെ പോവാ. പണ്ടാനസ് എന്ന് പറയും. ആ അതിന് മുള്ളുണ്ടല്ലേ? ആ ഉള്ളുണ്ട്. തൈ ഈ പായൊക്കെ ഈറ എന്ന് പറയുന്നത് അത് ഇതല്ല. വേറെ. ഇത് പായ നെയ്യാൻ വേണ്ടി എടുക്കും. ആ അത് തന്നെ കൈതപ്പായ. അതല്ല കൈതപ്പായ എന്ന് പറയാം. കൈതപ്പായ. എൻ്റെ താണ്ട ഇഷ്ടപ്പെട്ടു. കണ്ട ചെറുത്. അതേന്നാ. ബാഗ് കൈതച്ചെടിയിൽ കായും വരും. അത് നമ്മളെ നമുക്ക് ഈ പൈനാപ്പിൾ പോലെ തന്നെ ഇരിക്കും. ആ ആരും കഴിക്കത്തില്ല. ആ പൈനാപ്പിൾ പോലെ മരുന്നിന് ഉപയോഗിക്കുമോ? ഇല്ല. അത് നീർക്കാക്കിയാണ്. നീർക്കാക്കി.
അപ്പൊ സൂം ചെയ്യും. കിട്ടുമോ കൃത്യമായിട്ട് കിട്ടുമോ? ഇത് കാണിക്കാം. ആ ഷോ നമുക്ക് കണ്ടോളാം കണ്ടോളാം. ഞാൻ കണ്ട കുഴി ഒഴി നിൽക്കും പോലെ. ഓട്ടിക്കല്ലേ ഓട്ടിക്കല്ലേ അത് ഉണക്കാൻ വെച്ചിരിക്കുന്നത് ഉണങ്ങിയിരിക്കും. ഒരു പേടി കൂടി ഈ പേടിക്കാൻ ആരും പിടിക്കില്ലല്ലോ. അത് കാണിക്കുന്നത് ഇതൊക്കെ തിരിഞ്ഞിരിക്കുന്നപ്പോ ഇങ്ങോട്ട് കണ്ടാ തിരിഞ്ഞ് ഇങ്ങോട്ട്. കാണി തന്നെ കാണി എന്നാണ് കാശ് എടുത്തോളെ തന്നെ. ഒരു പൊന്മാരുണ്ട് ചെറിയതിന്റെ അറ്റത്ത് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന മറ്റേ ഇത്, മറ്റേ കിങ്ഫിഷർ അല്ലേ? ഇതുകൊണ്ട്. ആ. ആ ഇലയുടെ അറ്റത്തിരിക്കുന്നുണ്ട് ബ്ലൂ കളർ. ആ ഇല കണ്ടാണ് മറ്റേ തെങ്ങിന്റെ ഓല ഓല. തെങ്ങിനെ കണ്ടിട്ടുണ്ട്. കാക്കയിരുന്ന അടിപൊളി. കാക്ക ദാ ചെറിയൊരു പൊന്മാരുണ്ട്. അല്ല അത് തന്നെ, അത് വിളിക്കുന്നുണ്ട്. മീൻ പിടിക്കാൻ ചെറുതുണ്ടോ? ചെറുതുണ്ടോ? കണ്ടോ? ഇതൊക്കെ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ തിരിഞ്ഞാണോ പോണം കാണാൻ വേണ്ടി പോയോ ഇല്ലല്ലോ അല്ല അടിഭാഗം ഓറഞ്ച് കളർ. ഒരു 3-4 ടൈപ്പ് ഉണ്ട്. കുറച്ചുകൂടെ വലിപ്പമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. വാലിനകത്ത് തവളയും വാലും കൂടെ ഉള്ള കണ്ടിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നത്. അത് വാല് മാത്രമേ അന്ന് ഞങ്ങൾ വാലിലുള്ള എനിക്ക് ഫോട്ടോ എടുത്ത് നമ്മളെ ഈ പടത്തിലല്ലേ പഠിക്കുമ്പോ കാണുന്നത്. ഞാൻ കണ്ടിട്ട് പോലില്ല അതാ ഞാനും കണ്ടിട്ടില്ല. ഈ ഫോട്ടോ കാണിച്ചു തന്നത് ഞാനും കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. നീ ആദ്യം കണ്ടത്. ഇവിടെ മീൻ പിടിക്കും ആരെങ്കിലും പിടിക്കോ ഇവിടെ ബോട്ടിലൊക്കെ ആരെങ്കിലും പിടിക്കും അങ്ങനെ ഇങ്ങനെ പിടിക്കാം. ഇവിടെ ഇതൊക്കെ വന്നിരുന്നുണ്ട്. ആ ആർക്ക് വേണമെങ്കിൽ പിടിക്കാം. ആ വലിയ മീനുണ്ടോ ഒരുപാട് ഇതല്ല, ഈ ചെമ്പല്ലി എന്ന് ആ പറഞ്ഞിട്ട് ചമ്മരി രാവിലെ നമുക്ക് പിടിക്കാല്ല. പിടിക്കാല്ലേ നീ? പിടിക്കല്ല ചൂണ്ടയാണ്. അത് വാങ്ങിയിട്ട് തന്നിരിക്കും. അകത്തോടെ കയറാം. കണ്ണു വെച്ച് കണ്ണു വെച്ച്. വണ്ടി നമ്മള് ഏത് വണ്ടി? ബോട്ടുകളല്ലേ ആ, ഇല്ല. നേരെ ഇവിടെ ട്രാഫിക്കിരിക്കുന്നു അവര് പോയിട്ട് തിരിച്ചു തരണോ വേണം. അല്ല ഇതൊക്കെ മുമ്പിലോട്ട് 4 വണ്ടി പോകുന്നു. അത് കുറച്ച് ആ മരത്തിന്റെ ഇത് നോക്കടേ. ആ മരത്തിന്റെ ഇത് വെട്ടിയെടുത്തേക്കുന്ന അത് തന്നെ വെള്ളയും. അത് കാതല ഫുൾ കാതൽ അക്കേഷ്യ. അതാണ് തടിയല്ലേ മെയിൻ. ആ. അത് കറുത്തളയാണ് സാധനം. ചെറിയ ചെറിയ കമ്പിന്റെ കാതിൽ നോക്കും ആ കറുപ്പ് ഉണ്ടോ? ഓ വെള്ള വെള്ളയും അകം നല്ല ഡാർക്ക് ബ്രൗൺ. ഈ മരങ്ങൾ ഉദ്ദേശിച്ച് എത്ര പ്രായമുണ്ട് ഇവിടെ നിൽക്കുന്ന അക്കേഷ്യകൾ? ഇതൊക്കെ കുറച്ചില്ല, ഈ ഇടക്കാലങ്ങളിലൊക്കെ വന്നതാണ്. പക്ഷെ നല്ല കാതലുണ്ടല്ലോ. ഇപ്പൊ ഈ ചീലാന്തേക്കാട്ടിലും വിലയാണ്. ആ അത് പെട്ടെന്ന് ഉടുത്തും പോകും. നല്ല ഉറപ്പുള്ളതാണ്. മഴ വേണം. ഈ കല്യാണത്തിന് ഇറങ്ങാൻ സമയം മഴ പെയ്യാൻ ചെറുക്കൻ്റെ ഇറങ്ങാൻ സമയം അതുപോലെ. നമ്മളതിലാണ് വേദം. നമ്മൾ കല്യാണത്തിന് രാവിലെ പെയ്തു ഒരു 5-6 മണിന്റെ ആ സമയത്ത് പിന്നെ പെയ്തു. എൻഗേജ്മെന്റിന് അതുപോലെ നിങ്ങൾ വെറുതെ കുട്ടികളൊക്കെ പിന്നെ പെയ്തു. അതോടെ പോയി മഴ. പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല.
കാലടിക്കാൻ പറ്റും. അതായത് എൻ്റെ പൊക്കം വരും. ഉള്ളിലോട്ട് മരത്തിലേ വവ്വാല് തൂങ്ങി കിടക്കോ ഇഷ്ടം പോലെ. ഇവിടെ തേങ്ങ മരം ഇവിടെ ഇവിടെ ഇങ്ങനെ, ആ back ല്. കഴിഞ്ഞോ ഇവിടെ ഇവിടെ ഇതാ. അതുകൊണ്ട് ബാക്ക് ആ അത് വലിയ വവ്വാൽ. മേളില് മേളില്. കാണാൻ പറ്റോ ആ ആ മഞ്ഞടി ആ അതോ കണ്ടോ അതോ ആ അത് ചില സമയം ഇഷ്ടം പോലെ നിറഞ്ഞു കിടക്കും. മഞ്ഞടിട്ട് പറഞ്ഞാ പറഞ്ഞില്ല, അത് പറഞ്ഞു. ഇഷ്ടം പോലെ നിറഞ്ഞു. ഇതാ അവിടെ യൂണിയനിലുള്ള ഇവിടെ ആറ്റ് കൊടുക്കും. ഇതിന്റെ ബാഗിനകത്ത് ചെയ്യാം. അജി എന്റെ കണ്ണാടി എന്തായിരുന്നു അന്നാണ് അടോണത് പൊട്ടിച്ചത്. ഞാൻ അന്ന് റെഡിയാക്കി വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. അന്ന് തന്നെ പോയി ട്രെയിൻ ബസ് മുടിയുണ്ട് അത്ര ചുരുണ്ട ചുരുണ്ട മുടി. ഇവിടെ അല്ലല്ലോ അത് നമ്മളവിടെ വഴിയല്ല എല്ലാം കൊണ്ടാടിയോ അസ്നയുടെയും ഐജോന്റെയും ബർത്ത്ഡേ എപ്പോഴും പഠിക്കത്തില്ല പിന്നെ കുറച്ചുകൂടെ ചെറുതായാലും ഇപ്പൊ പഠിക്കാൻ വിടാന്ന് പറഞ്ഞു ഇത്തിരി വണ്ണമുള്ള അന്ന് നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചില്ലേ സാധനം ലൈസൊക്കെ കൊടുത്തിരുന്ന അതെ ഇവനോ ചേട്ടത്തിനാളെ കുറച്ച് പണ്ട് ലൈസൊക്കെ തൂക്കിയിട്ടില്ലേ ആ, ഇപ്പൊ അത് ബീച്ചിലോട്ടൊക്കെ. ഇങ്ങോട്ടൊന്നും ഇല്ല ഇപ്പൊ ഈ സൈഡുണ്ട്. ഈ കരിക്ക് മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുക്കും മീൻ പിടിക്കണം ഇതിപ്പോ ആൾ താമസമുള്ള ഏരിയ ആയോ ഇതിപ്പോ റിസോർട്ടാണ്. ആ റിസോർട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ ആൾക്കാർ താമസം. അവിടെ ഉള്ളവർക്കൊക്കെ വന്ന് മീൻ പിടിക്കാം അല്ലേ റിസോർട്ടിൽ ആർക്കും അങ്ങനെ പിടിക്കാം അടുത്തിരുന്നു ചാച്ചി കണ്ടില്ലല്ലേ കാലിന് താറാവിന്റെ കാല് ഒരു കൊത്തു പോലെ ഒരു വലിയൊരു മച്ചില്. ചേട്ടാ കണ്ടോ ഞാൻ കണ്ടില്ല ഇതിനകത്ത് അതേപോലെ ഈ ദേശാടന പക്ഷി പോലെ. അതിപ്പോഴും ഉണ്ടോ സൈബീരിയൻ. ആ, ഇത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇത് ഒരുപാടായി. ആ ഇപ്പോഴും കാണാം. ചേട്ടാ കൈയാണ് അത് സംഭവം കൊക്കിന്റെ ചുണ്ടുകൊണ്ടിരിക്കുന്നത് അത് വലിയ സൈബീരിയൻ എന്ന് വരുന്നതാണ്. സൈബീരിയൻ കൊക്ക. ആ അയ്യോ അതാ അല്ല 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 ശരിയോ മീനെ പിടിക്കുന്നത് ഒന്നും ഇതിനകത്ത് പിടിച്ചു വീഡിയോ ഇട്ടോ വീഡിയോ സൂം ചെയ്തോ ഇതിനകത്ത് കക്കയുണ്ട്. ചെറിയ ആ കക്ക ഇഷ്ടം പോലെ. ഓ പിടിച്ച് പിടിച്ച് വേണോ അത് എടുത്ത് കഴിക്കാനായിട്ട്. നമ്മള് ഒരു കക്ക എടുത്തിട്ട് പൊട്ടിക്കണമെങ്കിൽ കല്ലെന്തെങ്കിലും വെച്ചടിക്കും. ആ. അത് എടുത്ത് സിമ്പിളായിട്ട് ഉടച്ചു. രണ്ട് കുട്ടിയാണ് കാക്കകൾ വെള്ളം കുടിക്കണുണ്ടോ ആ കാക്ക വെള്ളം കുടിക്കണുണ്ടോ കിട്ടിയില്ലല്ലേ ഒന്നും കിട്ടിയില്ലല്ലേ ഇത് അതെ ഇങ്ങോട്ട് തേവയുണ്ടപ്പോ ഓ അത് ചുണ്ടിരിക്കണ
കാക്കയും വന്നിട്ടുണ്ട്. ഓ, അതൊക്കെ ഊറ്റ ഞാൻ കഴിക്കുന്നത്. പോവല്ലേ പോ. പിന്നെ നീർക്കാക്ക എടുത്താ അത് കുറെ നേരം കൊണ്ട് പാവം ഇരിക്കണമാണ്. ഒരു പൊന്നായിരിക്കും. കണ്ടോ, പൊന്ന് അതെപ്പം വന്നത് ദിവസേ. അതെപ്പം വന്നത് ഓർക്കിഡല്ലേ അല്ല 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 അല്ല, അല്ല. ഇതൊരു ഇവിടെ ഈ പന്നക്കൂടാന്ന് പറയുന്നത്. പന്നക്കുട്ട അതില്ല, തെങ്ങിന്റെ ഭാഗത്തിരിക്കുന്നത്. അങ്ങോട്ട് അവിടെ പോകാൻ പറ്റുമോ? ചേട്ടാ അവിടെ ഒന്ന് പോ. ഒരു കുറേ ഉണ്ടൊക്കെ തൂങ്ങി നിൽക്കുന്നത്. അത് കഴിക്കാമോ? അതല്ല, നേരത്തെ അതാണ് ഞാൻ കൂടുതൽ അങ്ങോട്ടാണ് ചെളിയാണ്. അത് കഴിക്കാൻ പറ്റുമോ? ഇതെന്തിനു കഴിച്ചൂടല്ലോ. ഇല്ല, ഇല്ല, ഇത് കഴിക്കില്ല. കാട്ടുപ്പഴം. പിന്നെ പൂക്കളുണ്ടാവും. ഒരു സമയം ഇഷ്ടംപോലെ പൂക്കൾ വരും. ഗ്രീൻ കളറായിരിക്കും. ഡേയ്, ഡേയ്. അതിനുശേഷം ഈ കായ് വരും. ഈ കായ് നിൽക്കുന്നത് പോലെ നിൽക്കണം. അതെടുത്തു. കാക്ക, ഈ കാ നിൽക്കുന്നതിനാണ് പൂ നിൽക്കുന്നത്. ആ ഒരുപാട് ഇരിക്കണല്ലേ. നമ്മുടെ ഉണ്ടല്ലോ, അകത്ത് ഇരിക്കണം. മറ്റേ ബോട്ട് കമ്പനി കഴിയുന്നുണ്ട്. അത് ഉള്ളിലാണ്. ഇത് റിസോർട്ടാണോ? സ്റ്റേ ബോട്ടിലപ്പോൾ അങ്ങനെയാണ്. ഇത് നമ്മളെ ബ്രാൻഡിനകത്ത് പറയുമ്പോൾ ഇതിനുള്ള ഒരു കാക്ക നഷ്ടമാണ്. രതീഷ് എന്ന് പറഞ്ഞ അവന്റെ ബ്രാൻഡ് ശേഷക്കടിന്റെ ഓപ്പോസിറ്റ് റോഡല്ലേ? പറയുമ്പോഴെന്ന് പറയുന്നത് കാണുന്നതാണ് ഗോപാലന്റെ പാർക്കിംഗ്. പാർക്കിങ്ങാ? ഇവിടെയാ? ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ പോകും നമ്മൾ അതാ. ഇല്ല, അത് ഉള്ളിലാണ്. ആ ഓ, ഇതാണ് മറ്റേ അഡ്വഞ്ചർ പാർക്ക്. ഓ ഇത് ഈ സൈഡിലാണ് അവരുടെ റൈറ്റ് സൈഡ്. ഇവിടുന്ന് ബോട്ടിൽ കയറ്റി അവിടെ കൊണ്ടുവരും. കൈ കിട്ടി. അവിടെ നിന്ന് നടന്നാണ് പോകും. കാക്കകൾ വിളിക്കണ കണ്ടോ? കാക്കയുടെ പൊളിറ്റി കാക്ക ഭയങ്കര രസിക്കുന്നത്. കളഞ്ഞ ചെയ്ത് മനസ്സിലായതൊന്ന്. ഗോഗോ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡ്രൈവൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഇതാണ് ബലൂണിനകത്ത് കയറി പോകുന്നത്. കണ്ട പിടിച്ച് പിടിച്ച് മുകളിൽ കയറുന്നത്. ഇത് മറ്റേ സിപ്പ് ലൈൻ ഒരു സൈഡ് അതിൽ കൂടെ വലിഞ്ഞു പോണത്. വാട്ടർ എങ്ങനെ ചായ കുടിക്കാൻ സമയത്ത് ബ്രേക്ക് എടുത്തിരിക്കുമല്ലോ. അതുപോലെ ഇരിക്കും. അതുപോലെ എനിക്കറിയാം. പക്ഷെ എന്തായാലും സാരിയെ കൊണ്ടായിരിക്കും. ഇവിടെ കാണുന്നുണ്ടല്ലേ അവിടെ? അത് വള്ളത്തിൽ പോണത്. വെള്ളത്തിൽ പോകുന്ന ഇവിടെ റിസോർട്ടിൽ പണി ചെയ്യുന്ന ആൾക്കാരാണ്. രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരും. റിസോർട്ടിൽ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് തന്നെ ആയിരിക്കും അല്ലേ? അത് പൂവാർ ഐലൻഡ് എന്ന് പറയുന്നത് ഐലൻഡാണ്. അതിനകത്ത് വണ്ടിയൊന്നും വരുന്നില്ല. വരുന്ന പോകുന്നെല്ലാം പോട്ടെ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടില്ല. പാറോട് പണി ചെയ്യുന്നത്. ഇവിടെ ഈ മഹേന്ദ്ര കമ്പനിയുടെ റിസോർട്ടുണ്ട്. നീ കാണിച്ചില്ലേ? മൊഴിയുടെ അടുത്ത് പോകുമോ? മൊഴി മുറിച്ചടക്കില്ലേ? അത് കാണാം. ബോട്ടിൽ പോകുമ്പോൾ കാണാം. കാണാൻ കാണിച്ചു. അതായത് ഈ കായലും കടലും കൂടെ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ്. അതാണ് എനിക്ക് മറ്റേ അതാണ് ഇഷ്ടപ്പെട്ടത്. അതിന്റെ കൊക്കിങ്ങനെ നീർക്കാക്ക കുറേ എവിടെ കുരിശടി? മറ്റേ ആ ബിൽഡിംഗ് ഒക്കെ മറ്റേ വെള്ളം ചരിഞ്ഞിരിക്കല്ലേ? നമ്മളൊന്ന് കാറോട്ട് ഞാൻ കണ്ട് കൊക്കി തന്നെയല്ല അത്. കൊക്കും നല്ല കളറുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതൊക്കെ അപ്പത്തോണ്ട് അതാണ് സാധാരണ കൊക്ക്. അതാണ് സാധാരണ കൊക്ക്. അതെ അതെ. അതാ ഇതാ ദോ ഇരിക്കുന്നു. അത് നമ്മൾ നാട്ടിൽ ഒന്നേ ഉള്ളൂ അല്ലേ? രണ്ട്
അതാണ് സാധാരണ കൊക്ക്. അതാ ഇപ്പൊ തെങ്ങി കണ്ട ആ സാധനം ആ തെങ്ങില് ആ അത് തന്നെ. 2-3 ഉണ്ട് കേട്ടോ. വേറെ കളറുണ്ട്. അതുകൊണ്ട് വെള്ളയും ആ ഒരെണ്ണമില്ലേ അത്? രണ്ടെണ്ണം വെള്ളം വേറൊരു കൊക്കയാണ്, കൊളക്കോഴിയല്ലേ? നോർമൽ കൊക്ക നമ്മൾ പറഞ്ഞ സ്ഥലമല്ലല്ലോ അത്. അതല്ലേ ഈ പുരുഷനെ അല്ല ഞാൻ പറഞ്ഞ മറ്റേ ആ ബിൽഡിംഗ് നോക്കും. ബിൽഡിംഗ് മറ്റേ ചരിഞ്ഞ് പോയി അതിന്റെ വെള്ളം കയറിയപ്പോ ചരിഞ്ഞ് പോയ ബിൽഡിംഗ് ആ ബിൽഡിംഗാണ് ഞാൻ കാണിച്ചത്. അല്ല നമ്മൾ പോണേ ശരി ഇവിടെ. അതെങ്ങനെ ശരി അതേ നമ്പർ അത് വെള്ളം കയറി കടലിൽ ഒന്ന് വെള്ളം കയറിയപ്പം ഇത് ഈ ഇടയ്ക്കല്ലേ വെള്ളം കൊണ്ട് പോയാൽ കടല് നല്ല കടലല്ലേ. എന്ന് എന്താ ഒരു കൊല്ലാവൂലല്ലേ ഇതിങ്ങനെ വെള്ളം കയറി ബിൽഡിംഗ് ഒക്കെ ചരിഞ്ഞ് കുറെ പൊടിഞ്ഞൊക്കെ പോയി. ഒരു വർഷമായില്ല ഇടയ്ക്ക് ഭയങ്കരമായിട്ടൊക്കെ വെള്ളം കയറി വാർത്തയിലൊക്കെ വന്നു. ഇതാണ് മഹേന്ദ്രയുടെ റിസോർട്ട്. ക്ലബ് മഹേന്ദ്ര. നമ്മൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്ന കണ്ടൽ ചെടി എന്ന് പറയുന്നത് ഇതായിരുന്നു. ആ ഇത് ഇതാണ് ഇവിടെ ഇതല്ല നമ്മൾ നേരത്തെ കണ്ട ആ കായൊക്കെ കണ്ടു. ആ ആണ് ഇവിടെ ഇഷ്ടം പോലെ ഉള്ളത്. വേരൊക്കെ മേലോട്ട് വരുന്നതാണ്. ഇത് വേറാണല്ലേ ആ നിൽക്കുന്നത്. അത് വേരാണ്. ഇവിടെ അത്യാവശ്യം ആഴമുണ്ടല്ലേ? അടുക്കണം കാറ്റോ വെള്ളത്തിൽ അറിയാം. അങ്ങോട്ടിടയ്ക്ക് നോക്കാം. നമ്മളതൊക്കെ ഒരു തരം പോലെ ആളെയല്ലേ ഇപ്പൊ നോക്കിയാൽ. കടലടിച്ച് ഈ റോഡൊക്കെ മൂടിപ്പോയി. മണല് വന്നു. അതെ ഇവിടെ ടാർ ഇട്ടുള്ള റോഡൊന്നും ഇല്ല ഇപ്പൊ എല്ലാം മണ്ണല്ലേ കിടക്കണേ. കടലടിച്ച് ഇതുവഴിയൊക്കെ ഇങ്ങ് വന്നു വെള്ളം. ഭയങ്കര കടലടിയാണ്. കണ്ടടാ കടലും കായലും പറ്റിയ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങണം. ഉറങ്ങിയ അങ്ങോട്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. ചെറിയൊരു കൂടുതൽ കരയത്തെ പോലെ അല്ലേ നിൽക്കുന്നത്. അപ്പോൾ കരയിൽ ചെയ്യണമെന്നുണ്ട്. കണ്ടോടാ കടലുണ്ടോ? കടലും കായലും രണ്ടും കൂടെ ഒന്നിച്ച് നീങ്ങുന്ന സ്ഥലം കണ്ടോ? നടുക്കൂടെ നടന്നു പോകണുണ്ടോ ആൾക്കാർ? മീനാണ് മീനാണ് സ്ഥലമാണ്. അതെ മിക്കപ്പോഴും പത്രത്തിൽ വരും. അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് രണ്ട് ദിശയിലാണല്ലോ വെള്ളം ഒഴുകുന്നത്. എങ്ങോട്ടെന്ന് പറയാനല്ലോ. ഇതില് വെള്ളം വേലിയേറ്റ സമയത്തൊക്കെ പോയിക്കണം. ഇവിടെ വെള്ളം നിറഞ്ഞ് ഇതാകുമ്പോഴാണ് കുറച്ച് എങ്ങനെ ബോട്ടിങ് അതൊക്കെ ഈ ബോട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഭയങ്കര മഴയില്ലേ? എനിക്ക് കുറച്ചൊക്കെ വയ്യ. ഇപ്പൊ അടുത്ത് വെള്ളത്തിൽ വിടും. ഒത്തിരി കഴിഞ്ഞില്ല. മഴയിലൊക്കെ അപ്പൊ നല്ല കറുത്ത തുടങ്ങിയതാണ്. ഞാൻ ക്ഷമിച്ചത് പോലെ ഇരിക്കുന്നത്. അതെ ആ കാണുന്നതിന് ഐസോൺ അടി നോക്കാം. മാനിയുടെ നരുവാൻ്റെ ഐശ്വര്യ
വർക്കിംഗ്. 7 മണി ഇനി